ഓം നമോ നാരായണായ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ ആർത്താനാമർത്തിഹന്താരം ഭീതാനാം ഭീതിനാശനം ദിശതാം കാലദണ്ഡം ശ്രീരാമചന്ദ്രം നമാമ്യഹം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം. താർവകൾ കൺപുള്ളതത്തെ വരികടോ താമസശീലമകറ്റേണമാശുനി. രാമദേവൻ ചരിതാമൃതം പിന്നെയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും ബലജാതിയും സങ്കടം ഏതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലതി ജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരി വെക്കൂതാതിനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്ന് എതിരേറ്റൊരു പോലെ ജനത്തോടും ചെന്നു. മഹാരാജധാനി അകമ്പുക്കൂ വന്നിതു സൗഖ്യം ജഗത്തിന്. രാഘവൻ തന്നുടെ നാനാഗുണഗണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണാഭൂഷണാഭൂഷിതൻ ചിദ്രോവൻ അദ്വയൻ മൃത്യുജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവവഞ്ചനൻ രുദ്രാണി ആകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമാതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവശയായി ഭർത്തൃവാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോടും പുനർയേവം അരുൾ ചെയ്തു. നാരായണൻ നളിനായുധലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവൻ നളിനാസനപ്രിയൻ നാരകാരാധി നളിന ശരഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീകപാന്തോ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമാഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തി വിമുക്തൻ വിമുക്താകൃതിസ്ഥിതൻ നക്തൻ ജനേശ്വരനായ ദശാസന മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധികൾക്കിലും തൃപ്തി വരാമ വേണ്ടിയില മുക്തിയും. യുദ്ധം ഭഗവതി ഗൗരി മനോഹരി ഭക്തിയ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുഴൽകന്നരുളി ചെയ്തു. ഓം നമോ നാരായണായ. നാരദ രാഘവ സംവാദം. എങ്കിൽ ഒരു ദിനം ദശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തെങ്കിൽ മംഗലഗാത്രിയ ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളാലോല വിലോചനൻ നിരോപലാഭൻ നിരുവവൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം
രത്നദണ്ഡം കൊണ്ടവൻ ചാമരം കൊണ്ട് ഭക്തിയാൽ വിജിതനായി അതികോമളൻ ബാല നിശാകര ബാലദേശലസന്മാലയെ ഭംഗമലങ്കരിച്ച് അങ്ങനെ ബാലാസന്നിവകൗസ്തുഭകന്തരൻ പ്രാലയ ഭാനു സമാനാനയാസമം ലീലയ താമ്പൂല നിർവണാതീർ അതിവേലും വിനോദിച്ചിരുന്ന് അരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധ ശരചന്ദ്രതുല്യ തേജസ്സുടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കിൽ നാദരാൽ തത്രയും വേഗാൽ അവതരിച്ചിടിനാൻ. ഓം ശ്രീരാമഭദ്രാനന്ദ പരമസൽ ഗുരവേ നമോ നമ. അയോധ്യകാന്ഡം നാരദരാഗ സംവാദം തുടരുന്നു. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായി ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകം ആദ്യേന പൂജിതൻ ആയൊരു നാരദൻ തൽനിയോഗത്താൽ ഇരുന്നൊരു രാഘവൻ മന്ദസ്മിതം കൊണ്ട് നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേവതം കരുണാതിഥേ സാമ്പ്രതം നാനാ വിഷയസംഘം കൊണ്ടുമേവിന് മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകുന്നവ പാദപങ്കേരുകം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണുവാൻ അവകാശവും വന്നിതു. പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനെ എന്നോട് വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു. തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനർ എന്നോട് അരുൾ ചെയ്യുകയെ വേണം. ദയാനിധി എന്തൊരു കാര്യം നിരൂപിച്ചിടുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. ഇന്ദ്രൻ എന്നാകിലും കാരുണ്യം ഉണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പൻ എല്ലാമേ. യുദ്ധം തന്നോട് മുഗ്ധഹാസേന മുനിവരങ്ങാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. എന്തിനെന്ന് എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ യോഗേശനായി നീ സംസാരി ഞാൻ എന്ന് ലോകേശാചുന്നത് സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവ ജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യാഗ്രഹണിയാകുന്നതു നിർണയം. ഈ 7 ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും. ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായി നിന്നു ജനിക്കുന്ന നാനാ പ്രജകളും അർണോജ സംഭവൻ ആദിതൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കെ നിന്നപത്യം പുനരാകിയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടോ സത്വരേസ്തമോ നാം ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ ഭക്തിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതി. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി
കുമാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീതവ ഭാരതി ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി, ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശജി ജാനകി, ജാതവേദസ് നീ സ്വാഹാമഹീ സുതാം അർക്കജന്യേ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരം ഭവാൻ താമസേ ജാനകി, പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാ ഗതീം ജാനകീം. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതേ, രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധി. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സുദ്രിമന്നി ലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദയാം തൽസർവവും ഏവ നീ ചേതോ വിമോഹന. സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ ജാനകി ദേവിയും. നിങ്ങൾ ഗിരിവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരും നിന്നെ തിരഞ്ഞ് അറിഞ്ഞ് എങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ. ഓം നമോ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം മായാമൂടി മറഞ്ഞിരിക്കുന്നോര് നീയല്ലോ നൂനം അവ്യാകൃതമായതും. പിന്നെ അതിങ്കിൽ നിന്നുള്ള മഹത്തത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിൽ നിന്ന് പൂർവേ പതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായെന്നല്ലോ. ജന്മാമൃതി സുഖ ദുഃഖാദികൾ കൊണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാമതല്ലാതെ അനാദി വിദ്യാക്കി ചൊല്ലുന്നു കാരണോപാധിയെന്നും. ചില സ്ഥൂലവും സൂക്ഷ്മവും കാരണം എന്നതും സ്ഥൂലമാം ചിത്തിനുള്ള ഒരു ഉപാധിത്രയം എന്ന ഇവറ്റാൽ വിശിഷ്ട ജീവനായതും അന്യൂനനാം പരൻ തദ്വിയക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്നതീയല്ലോ. നിങ്കിൽ നിന്നുണ്ടായി വരുന്നതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതും ഒക്കവേ നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധവും. കാരണം എല്ലാറ്റിനും ഭവൻ നിർണയം നാരായണ നരാര് നരാധിപ. ജീവനും രഞ്ജുവെങ്കിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടുവയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിൽ ഉണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജഭക്തിയും ഒഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും. ഭക്തിയും ഒഴുത്തുവത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും. ഇല്ലൊരു സംശയം തൊൽഭക്തഭൃത്യഭക്തിമാരിലേകനെന്ന് അല്പജ്ഞനാമെന്നെയും കരുതേണമേമായാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. തൊന്നാഭിപങ്കജത്തിങ്ങൾ നിന്നേകതാ മുന്നമുണ്ടായി ചതോർമുഖൻ മൽപ്പിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേകിനോര് എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെ വീട് നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പാപരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോട് അരുൾ ചെയ്തത് കാരണം
മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായി ഒരുവാനെ ദശരഥന്റെ അധിരക്ഷാർത്ഥാഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നു തോന്നിയും അതിന് അനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്ന് എന്നോട് സത്വരം ചെന്ന് പറകൻ അരുൾ ചെയ്തു. സത്യസന്ധമാനെങ്കിലും മാനസ്യമർത്തിയന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിനുത്തരമായി അരുൾ ചെയ്തു രാഘവൻ, സത്യത്തെ ലംഘിക്കയില്ല ഒരു നാളും ഞാൻ. ചിത്തേ വിഷാദമുണ്ടാകായികത് മൂലം കാലവിളംബനം എന്തിന് എന്നല്ലി മൂലം അതിനും ഉണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലവും കക്ഷയം വരും നേരത്ത് ഒഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ. നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിയിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെ കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണബോധിയാക്കിക്കൊണ്ട് യാഗോദാനെ നാശം വരുത്തുവാൻ സത്യത എന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവാമുനീന്ദ്രനിത്യം കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷം അകലുവാനു ചൊല്ലും അത് കൊണ്ടു ഞാൻ. രാമ രാമ. ഓം ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരവേ നമോ.